ഷാനിമോൾ ഉസ്മാൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയാത്ത തരത്തിൽ ശക്തമായ നിലപാട് തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുണ്ട്. ഇത്തരത്തിലൊരു വലിയ വിഷയം പുറത്തു വന്നപ്പോൾ തന്നെ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെ KPCCയുടെ അതുപോലെ തന്നെ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി. അതിനുശേഷം സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തി. അതിനുശേഷം വീണ്ടും പരാതി വന്നപ്പോൾ ആ പരാതി നേരെ DGPക്ക് കൈമാറിയതും KPCCയാണ്. ഇന്നിപ്പോൾ വൈകിയെന്നെങ്ങനെ പറയാൻ പറ്റും? ഇത് കൃത്യമായിട്ട് അതിൻ്റേതായ നടപടിക്രമങ്ങളിലൂടെ തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റിയ KPCCയുടെ നടപടി എന്ന് പറയുന്നത് മറ്റു മാതൃകകൾ കേരളത്തിൽ ഇല്ല എന്നുള്ളത് കൂടി നിങ്ങൾ ഓർമ്മിക്കണം. തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യുന്നു. അല്ലല്ല, ഇത് നമ്മൾ അവകാശവാദത്തിൻ്റെ വിഷയമല്ലത്. സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ത്രീകളുടെ അഭിമാനം എന്ന് പറയുന്നത് പാർട്ടി കമ്മീഷനുകളിൽ ഒതുക്കേണ്ടതല്ല എന്നുള്ള ഒരു വലിയ സന്ദേശം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ KPCC നൽകിയിട്ടുണ്ട്. മറ്റ് പാർട്ടികളിൽ സമീപകാലത്തുണ്ടായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും CPMൻ്റെ ഏതെങ്കിലും വനിതാ പ്രതിനിധിയെ ഇത്തരം വിഷയങ്ങളിൽ ഇതുപോലെ നിങ്ങൾ മാധ്യമങ്ങൾ ചോദ്യം ചെയ്യുന്നത് പോലെ ചോദ്യം ചെയ്യാനോ അവരുടെ മറുപടി പറയാനോ ഒരു അവസരം കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ ലൈബ്രറിയിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം. ഞങ്ങളൊക്കെ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയും, പാർട്ടിക്ക് പുറത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. സ്ത്രീ സുരക്ഷ മൈക്ക് കൂടി പറയേണ്ട ഒരു കാര്യം മാത്രമല്ല, സ്ത്രീകളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് ഒരു പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. നേരത്തെ ഈ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നതാണ്. പക്ഷെ അതിനകത്ത് ഒരു പ്രതികരണം ഉണ്ടായില്ല. തനിക്ക് അപമാനിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം തോന്നിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മറച്ചു വെക്കുന്നത് ഒരു വലിയ തെറ്റല്ലേ? അല്ല, ഞാനും ആ വാർത്ത കണ്ടത് പിന്നെ മാധ്യമങ്ങളിൽ നിന്നാണ് ആ വാർത്ത കണ്ടിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. വിശദാംശങ്ങൾ അറിയുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയത്തിൽ പ്രതികരിക്കാൻ ബുദ്ധിമുട്ടില്ല. വിശദാംശങ്ങൾ അറിയില്ല എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എവിടെ നിന്ന് രാജിവെക്കുന്ന കാര്യം? MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം കൂടുതൽ നേതാക്കൾ ഉന്നയിക്കുകയാണ്. KPCC അധ്യക്ഷനും രമേശ് ചെന്നിത്തലയും നിർബന്ധപൂർവ്വം രാജിവെക്കണമെന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടിയും രാജിവെക്കലാണ് നല്ലത് എന്ന സന്ദേശം രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കും. കാര്യം പാർട്ടിക്കാരനല്ല, കോൺഗ്രസിന്റെ വോട്ട് വാങ്ങി ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് അല്ലാതാകുമ്പോൾ ആ MLA സ്ഥാനം കൂടി രാജിവെക്കലാണ് നല്ലത് എന്ന തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതികരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.